ഹായ് എവരിവൺ, സ്വീഡനിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബ് വിസ നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. സോ നമുക്കിപ്പോൾ ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഫ്രീ വർക്ക് പെർമിറ്റിൽ നമുക്കൊരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. അതായത് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും പറ്റുന്ന ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഓക്കെ, ഈ ഒരു സ്വീഡൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. അതായത് ഡെൻമാർക്ക്, അതുപോലെ തന്നെ ഫിൻലാൻഡ്, അതുപോലെ തന്നെ നോർവേ, ഈ ഒരു രാജ്യങ്ങളായിട്ടാണ് ഈ ഒരു സ്വീഡൻ ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരങ്ങൾ എന്ന് പറയുന്നത് സ്വീഡനിൽ സ്പോൺസർഷിപ്പ് കൊടുക്കണേ 100ഓളം കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ഈ ഒരു സ്വീഡൻ്റെ ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ വന്ന ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, സോ നമുക്ക് ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് സെക്ടേഴ്സ് കേട്ടോ. ഇപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിലും IT ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ലോജിസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുവിധം എല്ലാ സെക്ടേഴ്സിലേക്കുള്ള ജോബ് ഓഫറിൻ്റെ കാര്യങ്ങളും ഇവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് പോകാനായിട്ട് എന്തെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റോ അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ IELTS, TOEFL, OET, PT ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല. സോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് നല്ലൊരു അവസരം തന്നെയാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് നിങ്ങൾ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്താണെന്ന് നോക്കാം. Hi everyone, it's Mishyam and this is Wayfarer Insights. ഈ ഒരു സ്വീഡൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്വീഡൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. സ്വീഡിഷാണ് സ്വീഡൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നത്. അതുപോലെ തന്നെ വെറും 10 മില്യൺ ആളുകൾ മാത്രം, അതായത് 1 കോടി ആളുകൾ മാത്രമാണ് ഈ ഒരു സ്വീഡൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇങ്ങനെ സ്വീഡനിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് എന്നുള്ളത്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ഫ്രീ വർക്ക് വിസ, ഒരു ഫ്രീ ആയിട്ടൊരു സ്പോൺസർഷിപ്പ് ജോബിൻ്റെ ഒരു വർക്ക് വിസ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ 2 മാർഗ്ഗമാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പോർട്ടൽസ് ഉണ്ട്, അതുവഴി അപ്ലൈ ചെയ്യുക. ഇപ്പോൾ US പോർട്ടൽ ഉണ്ട്, അതുപോലെ തന്നെ ലിങ്ക്ഡൈൻ ഉണ്ട്, ഇൻഡീഡ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് ജോബ് സൈറ്റ്, ഇങ്ങനെ സീക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്, അതുവഴി അപ്ലൈ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എംപ്ലോയേഴ്സ്, അവരുടെ വെബ്സൈറ്റ് പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവരുടെ ഇമെയിൽ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഇമെയിൽ ചെയ്യുക. ഇതൊക്കെയാണ്. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ ലിങ്ക്ഡൈൻ വഴി അല്ലെങ്കിൽ ഇൻഡീഡ് വഴിയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്വീഡനിലുള്ള പല റിക്രൂട്ട്മെൻറ്റ് ഏജൻസീൻ്റെ അടുത്തേക്കാവും പോകുന്നുണ്ടാവുക. സോ അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ അവർക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ അതാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോണത്. ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് കൊടുക്കണേ, ഇങ്ങനെ ജോബ് കൊടുക്കണേ, അതായത് നോൺ യു വർക്കേഴ്സിന് ജോബ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. ഏതൊക്കെയാണ് കമ്പനീസ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ പല വീഡിയോസിൻ്റെ താഴെയും ഇങ്ങനെയൊക്കെ ചെയ്താൽ ജോബ് കിട്ടുമെന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങളൊരു ഏജൻസി വഴി പോകാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. ഞാൻ ഒരിക്കലും അതൊരു തെറ്റാണെന്നൊന്നും പറയില്ല. പക്ഷേ ഒരുപാട് ക്യാഷൊക്കെ മുടക്കിയിട്ട്, ഒരു 6-7 ലക്ഷം ക്യാഷൊക്കെ മുടക്കിയിട്ട് നിങ്ങൾക്കൊരു ജോബ് വിസയിൽ പോകണം, അല്ലെങ്കിൽ അങ്ങനെ പോകണ്ടെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുകൾക്കാണ് നമ്മൾ വീഡിയോസ് ചെയ്യണത്. സോ അങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. സോ എന്തായാലും ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കണില്ല. ഇനി എന്തായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് കാണിച്ചു തരാം. അതിനും ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഒരു യൂറോപാസിൻ്റെ CV അതുപോലെ തന്നെ ഒരു യൂറോപാസിൻ്റെ ഒരു കവർ ലെറ്ററും വേണം. നിങ്ങളത് ഉണ്ടാക്കുക. അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഒരുപാട് ലാഗ് അടിപ്പിക്കണില്ല. ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി നോക്കാം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്വീഡൻ്റെ അതായത് സ്വീഡനിൽ നമ്മളിങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കണേ 100 കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു എക്സൽ ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ലിങ്ക് വഴി കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുണ്ടാവുക. സ്വീഡൻ 100 സ്പോൺസർഷിപ്പ് കമ്പനീസിൻ്റെ ലിസ്റ്റ്. ഓക്കെ, സോ കമ്പനീസിൻ്റെ നെയിം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും, അവരുടെ അഡ്രസ്സ്, സ്വീഡനിൽ അവർ എവിടെയാണോ അത് കാണാൻ പറ്റും. പിന്നെ ജോബ് സെക്ടർ,
അതായത് ഇപ്പോൾ സ്കിൽഡ് ആണോ അൺസ്കിൽഡ് ആണോ ക്വാളിഫൈഡ് ആണോ അങ്ങനെയുള്ള ജോബ്സ് ഏതാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ 100 കമ്പനീസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ പല കമ്പനികളും പല ടൈപ്പിലുള്ള കമ്പനീസാണ്. IT കമ്പനികളുണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റിയിൽ അടങ്ങുന്ന കമ്പനികളുണ്ട്, ഡെലിവറി ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിലുള്ളതുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് സെക്ടറിലാണോ നിങ്ങൾ ജോബ് നോക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു സെക്ടർ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. അവിടെ ഐക്കിയേൻ്റെ ഒരു കമ്പനി ഉണ്ട്. ഐക്കിയ എന്ന് പറഞ്ഞാൽ അറിയാലോ. സോ അതിൻ്റെ ഒരു കമ്പനി ഉണ്ട്. ജസ്റ്റ് നമുക്ക് അതിലൊന്ന് കയറി നോക്കി നോക്കാം. നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ജോബ്സ് എന്നുള്ളത് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് കയറുക. സോ ഈ ഒരു ഐക്കിയ എന്ന് പറഞ്ഞ കമ്പനി ഒരിക്കലും സ്വീഡനിൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്തുണ്ട്. എക്സ്പ്ലോർ ഫോർ അതർ ജോബ്സ് എന്നുള്ളതിൽ കയറാം. നമുക്കിവിടെ ഡിസൈൻ, ക്രിയേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഫിനാൻസ്, ലീഗൽ, പ്രോപ്പർട്ടി, മീറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ, പീപ്പിൾ, പ്രൊജക്ട് സപ്പോർട്ട്, പ്രൊഡക്ഷൻ, സപ്ലൈ ചെയിൻ, സ്റ്റിയറിംഗ്, ലീഡർഷിപ്പ്, ടെക്, ഇന്നോവേഷൻ, അങ്ങനെ പല സെക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻ നമുക്ക് നോക്കി നോക്കാം. അതിൽ നമുക്ക് ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, അതിൽ നമുക്ക് ഒരുപാട് സെക്ടേഴ്സ് കാണാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. സോ നമുക്കിവിടെ ഒരു സെക്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിത് സ്വീഡിഷിലാവും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ആയി തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഐക്കിയ എന്ന കമ്പനി ഒരിക്കലും സ്വീഡനിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഫിൻലാൻഡിൽ, അതുപോലെ തന്നെ റൊമേനിയ, അങ്ങനെ ഫ്രാൻസ്, അതുപോലെ തന്നെ ജർമ്മനി, UK, സോ അങ്ങനെ ഒരുപാട് കൺട്രീസിലേക്ക് കേട്ടോ, പോർച്ചുഗൽ, എല്ലായിടയ്ക്കുള്ള വേക്കൻസികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ കൺട്രിയാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രി ഓർ റീജിയൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അടിയിൽ സ്വീഡൻ എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. സോ സ്വീഡനിക്ക് മാത്രമുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. പ്രോഗ്രാം ലീഡർ, ഫുൾഫിൽമെൻറ്റ്, ലോജിസ്റ്റിക്സ്, ഇലക്ട്രീഷ്യൻ റോളുകൾ, പിന്നെ അതുപോലെ തന്നെ ഫോക്ക് ലിഫ്റ്റ് ഡ്രൈവർ. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുവഴി പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ എന്നുള്ള നമ്മൾ ഓപ്ഷൻ എടുത്തു. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. സ്വീഡിഷിലാവും വരുന്നുണ്ടാവുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്നത് കൊടുക്കുക. സോ എന്താണെന്നുള്ളത് ഇവരുടെ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സോ അതൊക്കെ വായിച്ച് നോക്കുക. ക്വാളിഫിക്കേഷൻസ്, വി ആർ ലുക്കിംഗ് ഫോർ യു ഹു ഹാവ്, അവർ നോക്കണ ആ ഒരു വർക്കറിൻ്റെ ക്വാളിഫിക്കേഷൻ എത്ര ഉണ്ടായിരിക്കണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ അത് നോക്കുക. അതിനുശേഷം ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, കൺഫർമേഷൻ കൊടുക്കുക, സിറ്റി കൊടുക്കുക, ഫോൺ നമ്പർ ഇവിടെ ഇന്ത്യ എന്നുള്ളത് മാറ്റി കൊടുത്തിട്ട് നമ്മളെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേണമെങ്കിൽ കൊടുക്കുക, വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ എക്സ് വേണമെങ്കിൽ കൊടുക്കുക. പിന്നെ റെസ്യൂമേ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒരു യൂറോപ്പിലേക്ക് ഒരു ജോബ് നോക്കുകയാണെങ്കിൽ യൂറോപ്പ CV ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഒരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു കമ്പനീനെ പറ്റിയിട്ട് അറിഞ്ഞ്, അതായത് നമ്മളൊരു കവർ ലെറ്റർ ഒക്കെ ഉണ്ടാക്കണ പോലെ ജസ്റ്റ് ഒരു 2 പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു കമ്പനി മാത്രമല്ല, ഒരു കമ്പനിയിൽ തന്നെ നമുക്ക് പല വേക്കൻസികളുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്കിവിടെ 100ഓളം കമ്പനീസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇൻ്റർനാഷണൽ വർക്കേഴ്സിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിൻ്റെ ഡീറ്റെയിൽസാണിത്. സോ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വർക്ക് വിസയിൽ ഒരു ജോബിനായി എത്തിപ്പെടണം. അതായത് സ്വീഡനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗം ട്രൈ ചെയ്യുക. ഒരു സ്പോൺസർഷിപ്പ് ജോബ് വിസ നേടിയെടുക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. സോ ആവശ്യമുള്ള ആളുകളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാണ്ട്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ, അതായത് ജോബ് വിസ, ട്രാവൽ വിസ, സ്റ്റുഡൻറ്റ് വിസ, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. And this channel won't disappoint you, and thanks for watching.